നബിദിനം 459 തടവുകാർക്ക് മാപ്പ് നൽകി ഒമാൻ സുൽത്താൻ. സലാലയിൽ ഒമാൻ വനിതാ അസോസിയേഷൻ സന്ദർശിച്ച് പ്രഥമ വനിത. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഒമാനിൽ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന 459 തടവുകാർക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പൊതുമാപ്പ് അനുവദിച്ചു. റോയൽ ഒമാൻ പോലീസാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. മോചിപ്പിക്കപ്പെടുന്നവരിൽ ഒമാൻ പൗരന്മാരും പ്രവാസികളും ഉൾപ്പെടുന്നുണ്ട്. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ പത്നിയും പ്രഥമ വനിതയുമായ അസയ്യിദ അഹദ് ബിൻ അബ്ദുള്ള അൽ ബുസൈദി സലാലയിലെ ഒമാൻ വനിതാ അസോസിയേഷൻ സന്ദർശിച്ചു. സാമൂഹിക പ്രവർത്തനങ്ങളിലും വികസനങ്ങളിലും ഒമാൻ വനിതകൾ നൽകുന്ന സംഭാവനകൾക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. ദോഫാർ ഗവർണറേറ്റിലെ വിവിധ ഒമാൻ വനിതാ അസോസിയേഷനുകളുടെ സംഗമം പ്രഥമ വനിത സന്ദർശിക്കുകയും പൈതൃക ഭവനത്തിലെത്തുകയും ചെയ്തു. പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെയും വനിതകൾ നിർമ്മിക്കുന്ന വിവിധ കൈത്തറി ഉൽപ്പന്നങ്ങളുടെയും മാതൃകകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഗവർണറേറ്റിലെ വനിതാ അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രാദേശിക സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ അവ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും പ്രഥമ വനിത വിശദീകരണം തേടി. ദോഫാറിൽ നടപ്പാക്കി വരുന്ന വിവിധ സംരംഭങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, വനിതകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ തുടങ്ങിയവ അസോസിയേഷൻ മേധാവികൾ പ്രഥമ വനിതയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഒമാനിലെ അൽ ബുറൈമി ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയും ആലിപ്പഴ വർഷവും. ബുധനാഴ്ച വൈകുന്നേരമാണ് അൽ ബുറൈമി, മഹ്ദ എന്നീ വിലായത്തുകളിൽ കനത്ത മഴ അനുഭവപ്പെട്ടത്. പ്രദേശത്തെ വാദികളും നദികളും കവിഞ്ഞൊഴുകി. അൽ ബുറൈമി വിലായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ രേഖപ്പെടുത്തിയത്. മഹ്ദ വിലായത്തിലെ വിവിധ ഗ്രാമങ്ങളിലും സമീപത്തുള്ള മലയോര മേഖലകളിലും കനത്ത മഴയോടൊപ്പം ആലിപ്പഴ വർഷവും റിപ്പോർട്ട് ചെയ്തു. മഴയെ തുടർന്ന് പ്രധാന വാദികളും കവിഞ്ഞൊഴുകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അൽ ബുറൈമിയിൽ മഴ തുടരുന്നുണ്ട്. ഇതിൽ തന്നെ ഓഗസ്റ്റ് 22 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ മാത്രം 19 മില്ലിമീറ്റർ മഴയാണ് വിലായത്തിൽ രേഖപ്പെടുത്തിയത്. ഈ കാലയളവിൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും ബുറൈമിയിലാണ്. ശക്തമായ മഴ കാരണം അൽ ബുറൈമിലെയും മഹ്ദയിലെയും പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയരുകയും ചെയ്തു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by Purushottam Kanji Exchange.